ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഗലീലിൽ എത്തിയ യേശുനാഥന് മുമ്പിൽ ബധിരനും സംസാര തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവൻ വരികയാണ്. അവന് സൗഖ്യം പ്രാപിക്കണം. അങ്ങനെ യേശുവിന് മുമ്പിൽ വരുമ്പോൾ യേശു അവനെ അത്ഭുതങ്ങളിലൂടെ സുഖപ്പെടുത്തുന്നുണ്ട്. ആ അത്ഭുതം വളരെ വ്യത്യസ്തമാണ്. അവൻ്റെ ചെവികൾ വിരലിടുന്നു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിക്കുന്നു. എന്നിട്ട് എഫാത്ത എന്ന് പറയുമ്പോൾ അവൻ്റെ നാവുകൾ തുറക്കപ്പെടുന്നു, അവൻ്റെ ചെവികൾ തുറക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. ചിലയിടങ്ങളിൽ വേദനിക്കുന്നവർ വന്ന് യേശുവിനോട് പറയുന്നു, അവർക്ക് അത്ഭുതം സംഭവിക്കുന്നു. ചിലയിടങ്ങളിൽ യേശു അവരോട് എന്തെങ്കിലും പറയുന്നു, അത്ഭുതം സംഭവിക്കുന്നു. ചിലയിടങ്ങളിൽ യേശുവിനെ അവർ സ്പർശിക്കുന്നു, അത്ഭുതം സംഭവിക്കുന്നു. ചിലയിടങ്ങളിൽ യേശു സ്പർശിക്കുന്നു, അവിടെ അത്ഭുതം സംഭവിക്കുന്നു. എന്തുമാത്രം വ്യത്യസ്തതകളാണ് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിലൊക്കെ. എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തത? ഇവിടെയാണെങ്കിൽ തുപ്പൽ കൊണ്ട് യേശു അവൻ്റെ നാവിൽ സ്പർശിക്കുകയാണ്. എന്തിനാണ് യേശു ഇങ്ങനെ ചെയ്തത്? സ്നേഹമുള്ളവരെ, ഈ വ്യത്യസ്തതയാണ് ക്രിസ്തുവിനെ മനോഹരനാക്കുന്നത്. ക്രിസ്തു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വ്യാഖ്യാനിക്കാൻ അത്ര എളുപ്പമായിട്ടൊന്നും നമുക്ക് പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ദൈവിക രഹസ്യങ്ങളാണ്. എന്തിന് യേശു ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തെക്കാളും അപ്പുറം അവൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് എളുപ്പം. ചിലയിടങ്ങളിൽ ദൈവം എന്തിന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, എന്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അവസരമൊരുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിയില്ല. മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് തന്നെ ദൈവത്തെ മനുഷ്യചിന്തയിൽ ഒതുക്കാതെ അതിനപ്പുറത്തേക്കുള്ള ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചിന്തയിൽ ദൈവത്തെ ഒതുക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ടോ ചിന്ത കൊണ്ടോ വ്യാഖ്യാനിക്കാതെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ അതേപടി മുന്നോട്ട് പോകുവാൻ അനുവദിക്കുക. അതാണ് വിശ്വാസം. ആ വിശ്വാസം വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും.